إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لأماناتهم وعهدهم راعون ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിയായിരിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്. ഒരു മുഅ്മിനായി ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. വിശ്വാസികളുടെ വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു, വിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ വിജയം വരിക്കുന്ന വിശ്വാസികളെക്കുറിച്ച്, അവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് തുടർന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അതിലൊന്നാണ് വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ തങ്ങളുടെ അമാനത്തുകളും അഹദ് കരാറുകളുമൊക്കെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുന്നത്. ഇതൊരു വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ്, വിജയിക്കുന്ന ഒരു വിശ്വാസിയുടെ ലക്ഷണമായിട്ട് പറയുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണത്. അള്ളാഹുവുമായിട്ടുള്ള അമാനത്തുണ്ട്, മനുഷ്യരുമായിട്ടുള്ള അമാനത്തുണ്ട്, അള്ളാഹുവുമായിട്ടുള്ള കരാറുകളുണ്ട്, സൃഷ്ടികളുമായിട്ടുള്ള കരാറുകളുണ്ട്. ഈ പറഞ്ഞ അമാനത്തും കരാറുമൊക്കെ ശരിക്ക് പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്ന വിശ്വാസികൾ. നമ്മൾക്ക് ഈ വിജയം കൊതിക്കുന്ന ആളുകളാണ്. നമ്മുടെ അമാനത്തും അഹദുമൊക്കെ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വിഷയം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് അള്ളാഹു റസൂൽ പറയുന്നുണ്ട്. സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അത് ഏറെ ഗൗരവമുള്ളതാണ്. പക്ഷെ അത് അള്ളാഹു
അവന്റെ ഇഷ്ടമനുസരിച്ച് വിട്ടുതരികയോ മാപ്പ് തരികയോ ഒക്കെ ചെയ്താൽ ആ ഇടപാടുകളിൽ നമ്മൾക്ക് ആശ്വാസം ലഭിക്കും. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളാണ് ആരാധനാ കർമ്മങ്ങൾ മുടങ്ങാതെ നിർവഹിക്കുക. അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളാണ്. എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറെ കരാറുകളും ഇടപാടുകളും ഒക്കെ ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യാതെ അള്ളാഹു മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരാളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുണ്ട്. ആ സാമ്പത്തിക ഇടപാട് നമ്മൾ അയാളുമായിട്ട് തീർക്കാതെ അതെനിക്ക് പൊറുത്തു തരണേ എന്ന് അള്ളാഹുവോട് പൊറുക്കൽ തേടുന്നതിന് യാതൊരർത്ഥവുമില്ല, ന്യായവുമില്ല. അത് അയാൾ പൊറത്തു കൊടുക്കുകയോ അയാളുമായിട്ട് ഇടപാട് നടത്തുകയോ ചെയ്തെങ്കിൽ അല്ലാതെ അള്ളാഹു അതിൽ മാപ്പ് കൊടുക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ അള്ളാഹു ചെയ്യുന്നു എന്ന് പറയുന്ന അയാളോട് ചെയ്യുന്ന അനീതിയാണ്. അത് അള്ളാഹു ചെയ്യില്ല. അത് മനുഷ്യരുമായിട്ട് തീർക്കാവുന്ന ഇടപാടുകൾ ഏറ്റവും നേരത്തെ തീർത്തിരിക്കണം. അത് കാത്തുവെക്കരുത്. എല്ലാ ഇടപാടുകളും, സാമ്പത്തിക ഇടപാടുകൾ, വാക്ക് പറഞ്ഞ അപകടങ്ങൾ, ആരുടെങ്കിലും അഭിമാനങ്ങളൊക്കെ ധ്വംസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നേരത്തെ തീർത്ത് എപ്പോഴും അത് പൂർണ്ണമാക്കി വെച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് നോക്കി നിങ്ങൾ. പരലോകത്തുണ്ടാകുന്ന മൻ കാനത്ത് ഇൻദഹു മദ്ലമത്തു ലിഅഖീഹി മിൻ ഇർളിഹി വ മാലിഹി ഫൽയുഅദ്ദിഹാ ഇലൈഹി ഖബ്ല യഅതി യൗമൽ ഖിയാമ. ആരുടെയെങ്കിലും അടുക്കൽ, ഈ വാക്ക് നമ്മൾ വളരെ ഗൗരവമായിട്ട്, ആരുടെയെങ്കിലും അടുക്കൽ മറ്റൊരാളുടെ, തൻ്റെ സഹോദരന്റെ അഭിമാനമോ സമ്പത്തോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാട് ബാക്കിയുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പായിക്കൊണ്ട് അയാൾ അത് തീർത്തോട്ടെ എന്നാണ് റസൂൽ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒന്ന്, സാമ്പത്തികമായ വല്ലതും ആരെങ്കിലുമായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് അത് തീർത്തോളണം. ഒരാളുടെ അഭിമാനം ധ്വംസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് തീർത്തോളണം എന്നാണ്. അങ്ങനെ റസൂൽ പറയുന്നു. എന്നിട്ട് ഈ യൗമൽ ഖിയാമത്തിന്റെ അവസ്ഥ ലാ യഖ്ബലു ഫീഹി ദീനാറു വലാ ദിർഹമുൻ. അന്ന് ഖിയാമത്ത് നാൾ എത്തിക്കഴിഞ്ഞാൽ, അതാ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ ദീനാറും ദിർഹമും ഒന്നും സ്വീകരിക്കില്ല. അവിടേക്ക് അത് കൊണ്ടുപോകാനും കഴിയില്ല. അതിനവിടെ ഒരു വിലയും കിട്ടില്ല. ഇൻകാന അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു വഉതിയ സാഹിബഹു. ആരോടൊക്കെ ഇടപാട് വീട്ടാണ്ടോ ആ ഇടപാട് വീട്ടേണ്ട ആളുകൾക്ക് ദീനാറും ദിർഹമും അവിടെ നിന്ന് കൊടുക്കാൻ കഴിയില്ല. പിന്നെ അമലുൻ സാലിഹ്, അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ ഉഖിദ മിൻഹു, അത് എടുത്തിട്ട് ആർക്കാണോ ഇടപാട് വീട്ടാനുള്ളത് അയാൾക്ക് കൊടുക്കും എന്നാണ് റസൂൽ പറയുന്നത്. അമലുൻ സാലിഹുൻ, ഇനി അങ്ങനെ കൊടുക്കാൻ ഇയാൾ വല്ലതും ചെയ്ത അമൽ സാലിഹത്തൊന്നും ഇല്ലെങ്കിലോ ഉഖിദ മിൻ സയ്യാത്തി സാഹിബി ഫഹുമിലത അലൈഹി, ആർക്കാണോ ഇടപാട് വീട്ടാനുള്ളത് അവന്റെ തിന്മകൾ എടുത്ത് ഇയാൾക്ക് കൊടുക്കും. അങ്ങനെ ഇയാൾ നരകത്തിൽ പോവുകയും ചെയ്യുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ. നമ്മുടെ പരലോകത്ത് എത്തുമ്പോൾ നമ്മൾ ഇവിടെ നമസ്കരിച്ചതും വിശ്വാസ കാര്യങ്ങൾ ശ്രദ്ധിച്ചതും നോമ്പെടുത്തതും ഹജ്ജ് ചെയ്തതും ഒക്കെ അടക്കമുള്ള പുണ്യകർമ്മങ്ങളുടെ സൽക്കർമ്മങ്ങൾ മറ്റൊരാൾ കൊണ്ടുപോകുന്നു. അതിൻ്റെയൊക്കെ കൂലി വേറൊരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അത് അയാൾക്ക് ലഭിക്കാൻ അർഹതയുള്ളത് കൊണ്ട് പടച്ചവൻ എടുത്തു കൊടുക്കുന്നു എന്ന് വന്നാൽ ആ മനുഷ്യൻ കനത്ത നഷ്ടത്തിലാണ് ചെന്ന് ചാടുന്നത്. അതിന് കാരണം ദുനിയാവിൽ വെച്ച് തീർക്കേണ്ട ഇടപാടുകൾ ദുനിയാവിൽ തീർക്കാതെ പരലോകത്തേക്ക് ബാക്കി വെച്ചു എന്നതാണ്. നമ്മൾ പല ആളുകളും ഇതിലൊക്കെ വളരെ അശ്രദ്ധരാണ്. രണ്ട് കാര്യമാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, സാമ്പത്തികമായ ഇടപാട്. രണ്ടാമത്തത് അഭിമാനം ധ്വംസിച്ചത് എന്നാണ്. ആദ്യം പറഞ്ഞത് പല രീതിയിൽ വരാം. ഒന്ന്, കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാത്തതുണ്ടാവും.
ഇടപാടുകൾ അന്യരെ പറ്റിച്ചതുണ്ടാവും. അങ്ങനെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മുടെ പോക്കറ്റിലുണ്ടാവും, നമ്മുടെ അക്കൗണ്ടിലുണ്ടാവും, പത്തായത്തിലുണ്ടാവും, നമ്മളുടെ അക്കൗണ്ടുകളിലൊക്കെ നിൽക്കുന്നു. അങ്ങനെ പലരുടെയും അവകാശങ്ങൾ കൊടുക്കാതെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അന്യർക്ക് കൊടുത്തു വീട്ടേണ്ട സക്കാത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതും അതിൽ പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ സമ്പത്തിന്റെ ന്യായമായും കൊടുത്തു വീട്ടേണ്ട സക്കാത്തിന്റെ വിഹിതം കൊടുക്കാതെ നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ ബാക്കി നിൽക്കുന്നു. അത് നമ്മളത് കൊടുക്കുന്നില്ല. ആ കൊടുക്കാത്ത ഭാഗം പരലോകത്ത് നമ്മൾ ആർക്കാണ് അവർക്ക് ഇടപാട് വീട്ടണം. സാമ്പത്തിക ഇടപാടാണത്. നമ്മൾക്ക് ശിക്ഷ ലഭിക്കും. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളുടെ അവസ്ഥയാണത്. രണ്ടാമത് പറഞ്ഞത് എഴുതുന്നത് അഭിമാനത്തിന്റെ കാര്യമാണ്. അതും ഇതേപോലൊരു അവസ്ഥ. അത് വളരെ ഗൗരവമുള്ളതാണ്. ഇത് നമ്മൾക്ക് ചിലപ്പോൾ കാശുണ്ടെങ്കിൽ നല്ല മനസ്സിൽ വന്നാണ് കൊടുത്തു തീർക്കാൻ കഴിയും. ചിലരുടെയൊക്കെ വാക്കുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ മറ്റുള്ളവരുടെ അഭിമാനം ധ്വംസിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ആളുകളെ നമുക്ക് തിരുത്താൻ കഴിയില്ല. അവരെ മാപ്പ് ചോദിക്കാൻ പോലും കഴിയാത്ത വിധം അകന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. ബാക്കി നിൽക്കുകയാണ് ഇടപാട്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. വളരെ ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പൊ നിങ്ങൾ നോക്കി, ഈ രണ്ട് കാര്യങ്ങളും ഈ ദുനിയാവിന് തീർക്കാതെ പരലോകത്ത് വന്ന നമ്മളെ വിഭാഗത്തിന്റെ കൂലിയൊക്കെ അവർ കൊണ്ടുപോകും. അത് കൊടുത്തു തീരാത്തതാണെങ്കിൽ അവരുടെ തിന്മകൾ നമ്മൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ നരകത്തിൽ പോവുകയും ചെയ്യേണ്ടി വരും. റസൂലുള്ള ഇത് വേറൊരിക്കൽ പറഞ്ഞത് വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്. നിങ്ങൾക്കറിയോ ഈ സാമ്പത്തികമായി മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റസൂൽ ചോദിച്ചു സഹാബികളോട്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ സഹാബികൾക്ക് അറിയുന്നൊരു വാക്കാണ്. അവർ പറഞ്ഞു, റസൂലെ അൽ മുഫ്ലിസ് ഫീന മല്ലാ ദിർഹം ലഹു വലാ മതാ. വളരെ എളുപ്പം പറഞ്ഞു. മുഫ്ലിസ് നമുക്കൊക്കെ അറിയാലോ റസൂലെ, ഈ സാമ്പത്തികമായി പൊളിഞ്ഞ് പാപ്പരായ ആളുകൾ, കയ്യിൽ ഒരു 10 പൈസ അല്ലാതെ പൊളിഞ്ഞ് പാപ്പരായ ആളുകൾ. അപ്പൊ റസൂല് അവർക്ക് പരിചയമുള്ള ഒരു വാക്ക് വെച്ച് അവർക്കൊരു പുതിയ ആശയം പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന റസൂൽ ഉപയോഗിച്ച ഒരു മാർഗമാണ്, തന്ത്രമാണത്. റസൂൽ അൽ മുഫ്ലിസ് ഫി ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ ചില മുഫ്ലിസുകളുണ്ട്, പൊളിഞ്ഞു പാപ്പരാവുന്നവരുണ്ട്. അത് ഈ പറഞ്ഞ ആളുകളാണ്. നമസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു. ചിലരെ അടിച്ചിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും, രക്തക്കറ ചിന്തിയതുണ്ടാവും, പല കേസും ഉണ്ടാവും. ഇതൊക്കെ ആയിട്ട് പരലോകത്ത് വരും. പരലോകത്ത് വന്നാലോ അവൻ്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല. ഈ ഇടപാടൊക്കെ അടിച്ചതും ഇടിച്ചതും ഒക്കെ ബാക്കി നിൽക്കുകയാണ്. ഇവന്റെ സൽക്കർമ്മങ്ങളൊക്കെ എടുത്തു കൊടുക്കും. തീരാത്തത് ഇനിയും ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, ഇയാളുടേത് കിട്ടാൻ ബാക്കിയുള്ളത്. അതൊക്കെ ഇങ്ങോട്ട് കൊടുത്ത് ഇയാൾ നരകത്തിലെറിയും. നരകത്തിലെറിയുമെന്ന ഇവനാണ് ശരിക്ക് പൊളിഞ്ഞു പാപ്പരായവൻ. പൊളിഞ്ഞു പാപ്പരാകുന്ന ആൾ ഇതാണ്. അപ്പൊ ഇത് നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കുക. ഇനി ഇതില് ഈ പറഞ്ഞ സംഗതിയില് ഇടപാടുകൾ വീട്ടണം, വേഗം വീട്ടണം, ഏറ്റവും നേരത്തെ വീട്ടണം, ബാക്കി വെക്കാതിരിക്കുക. ഒരു ബാധ്യതയും ആരോടും ഇല്ലാതെ പിരിഞ്ഞു പോകാൻ നോക്കുക. ഇനി നമ്മളുടെ ഇടയിൽ നടക്കുന്ന ചില സംഗതികൾ, നമ്മൾ ആളുകള് ഇതിങ്ങനെ ആളുകളിൽ നിന്ന് എത്രയെങ്കിലും സമർത്ഥമായിട്ട് ഒരാളുടെ കയ്യിൽ നിൽക്കുന്ന കാശ് നമ്മളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗവും തന്ത്രവും ഉണ്ടോ അതൊക്കെ പല ആളുകളും ഉപയോഗിക്കും. കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതിരിക്കാനുള്ള സാമർഥ്യം ഉപയോഗിക്കും. ഇതൊക്കെ ഒരു സാധാരണ ഒരു കലാപരിപാടി പോലെ ആളുകൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക. മറ്റവന്റെ പോക്കറ്റിൽ കാശ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ അത് കിട്ടാനുള്ള പല സാമർഥ്യവും തന്ത്രവും അതിനുള്ള ഉപായങ്ങളൊക്കെ ഒപ്പിച്ചിങ്ങനെ അതിങ്ങോട്ട് എടുക്കാനുള്ള പണിയെടുക്കും. എന്നിട്ട് അവൻ അങ്ങനെ ജീവിക്കും. ആ ഇടപാട് വീട്ടില്ല. നമ്മൾ നോക്കുക, നിത്യേന നമ്മൾ കാണുന്നൊരു സംഗതി നോക്കൂ നിങ്ങൾ. ഈ ആളുകൾ മരിച്ചു പോവല്ലോ, ആർക്കും എപ്പോഴും മരിക്കാം, ഇതിന് സമയമൊന്നുമില്ല. മരണം അങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഈ ബാധ്യതകൾ മുഴുവനും ബാക്കിയാക്കിയിട്ടാണ് ഇയാൾ പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. അതെന്താണെന്നറിയാം നിങ്ങൾ? ഇയാളുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയിൽ വെക്കും.
ഇയാളുടെ മയ്യത്ത് പള്ളിയിൽ വെക്കും. മയ്യത്ത് നിസ്കരിക്കണമല്ലോ, മുസ്ലിം സമൂഹത്തിലെ അംഗമല്ലേ. എന്നിട്ട് പിന്നെ നടക്കുന്ന പരിപാടി എന്താ പറയുക നിങ്ങൾ? ആളുകൾ അയാളുടെ എല്ലാ ഇടപാടുകാരും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും. പിന്നെ അയാളെ രക്ഷപ്പെടുത്തണ്ടേ? ഒരു മാർഗവുമില്ല, ആരെ കയ്യിലും ഒരു മാർഗവുമില്ല. ആ ഇടപാടൊക്കെ ബാക്കിയാ. പിന്നെ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയും, മക്കളായിരിക്കും അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരാൾ എഴുന്നേറ്റ്, ഇതാ ഇയാൾക്ക് ഇന്നതൊക്കെ പുറത്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം. നോക്കൂ, അയാൾക്ക് ജീവിതകാലത്ത് അതങ്ങനെ തോന്നിയിട്ടില്ല. ജീവിതകാലത്ത് ഒരിക്കൽ പോലും അയാളുടെ മാപ്പ് ചോദിക്കണമെന്ന് അയാൾക്ക് തോന്നിയിട്ടില്ല. ഈ മരിച്ച ആൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാത്ത മനസ്ഥിതിയായിട്ടാണ് നടന്നിരുന്നത്. അത് മാപ്പ് ചോദിച്ചൂടാ എന്ന് തന്നെയാണ്. ആ ആൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മരണത്തിന് ശേഷം അയാളുടെ മക്കളോ ബാക്കിയുള്ളവരോ എഴുന്നേറ്റ് നിന്ന് അയാൾക്ക് പുറത്തു കൊടുക്കണം, അങ്ങനെയാണ് നമ്മൾക്കും വരില്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനുതാപം ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞെടുക്കുന്ന കാര്യം അതാണ്. രണ്ടാമത്തെ ഭാഗം ഏതായാലും നിങ്ങൾ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇന്ന ആളെ ഏറ്റെടുക്കുന്ന. ആരായി ഏറ്റെടുക്കുന്നത്? ഈ മക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർ. ഒരു ബാധ്യതയില്ലാത്ത ആളാണ് മരിച്ചത് എങ്കിൽ പലരും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ആദ്യമേ പറയും. നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബാധ്യതയില്ലാത്ത ആളുകൾ മരിക്കുമ്പോൾ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ഏറ്റെടുത്തു എന്നാ. കാരണം അയാൾക്കൊരു ബാധ്യതയില്ല എന്ന് അയാൾക്കറിയാം. വേഗം ഏറ്റെടുക്കുക, കാരണം ആരും ചോദിക്കാൻ വരാനില്ല. എന്നാൽ കനത്ത ബാധ്യതയായിട്ട് മരിക്കുന്ന ആളുകളുടേത് ഔപചാരികമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കും, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. ഇയാളത് കൊടുക്കില്ല. അവന് കഴിയില്ല. ചിലപ്പോൾ അയാൾക്ക് ബാധ്യത ഏറ്റെടുത്ത് നിർവഹിക്കാൻ പൂർത്തിയാക്കാനും കഴിയില്ല. അയാൾ ആ കടവുമായിട്ട് മരിക്കുന്നു. നോക്കൂ, രണ്ട് ഭാഗം. അതിലൊന്ന്, ഈ മരിക്കുന്ന ഈ മനുഷ്യണ്ടല്ലോ, എല്ലാവരും മരിക്കും. ഈ കടബാധ്യത വരുത്തി വെക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ചെയ്യുന്നത് തൻ്റെ അടുത്ത തലമുറകൾക്ക് കനത്ത ബാധ്യതകൾ വരുത്തി വെച്ചിട്ടാണ് മരിക്കുന്നത്. ചെയ്യാൻ പാടില്ലാതെ സംഗതി വശാൽ വന്നു പോകുന്നുണ്ടാവും. അത് മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കാമെന്നും അല്ലെങ്കിൽ മക്കളെ ബാക്കിയുള്ളവരെ ഏറ്റെടുത്ത് കൊടുത്തോട്ടെ എന്നുമൊക്കെ വിചാരിച്ച് കടബാധ്യത വരുത്തി വെക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി രണ്ടാമത്തത്, ഈ ഏറ്റെടുക്കുന്ന ആളുകളാണ്. ആരായി ഏറ്റെടുക്കുന്നത്? മക്കളെ ഏറ്റെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ സഹോദരന്മാരൊക്കെ ഏറ്റെടുക്കും. ആ ഏറ്റെടുത്ത് വീട്ടണം. ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, വീട്ടണം. വീട്ടിയേ പറ്റൂ, അല്ലാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അയാൾക്ക് ആ നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവന്ന് വെച്ചാൽ റസൂൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അലൈഹി ദൈൻ, ഈ മയ്യത്തിന് കടബാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മളിതൊന്ന് പഠിച്ചു വെക്കേണ്ട, കാരണം നമ്മുടെ നാട്ടിലെ ആചാരമാണിത്. മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളംബരം ചെയ്ത് ഒഴിവാക്കി കിട്ടുന്നുള്ളൊരു ധാരണ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതിനെ അനുഭവിക്കേണ്ടത് അതിന് ന്യായം പടച്ചു നടപ്പാക്കും. റസൂൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അലൈഹി ദൈൻ, ഈ മയ്യത്തിന് കടബാധ്യത ഉണ്ടോന്നാ. ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറയും സല്ലൂലി സാഹിബിക്കും, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ നമസ്കരിച്ചോളൂ. നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. കടബാധ്യതയുമായി മരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിക്കാൻ തയ്യാറാവുന്നില്ല. റസൂൽ ആ സമൂഹത്തിന്റെ നേതാവാണ്. നേതാവ് മാറി നിൽക്കുകയാണ്. നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്നാണ്. നമുക്ക് എത്ര ഗൗരവമുണ്ട് ആ വിഷയം. ആ കടബാധ്യത വീട്ടാൻ ആരെങ്കിലും ഏറ്റെടുക്കുമ്പോൾ റസൂൽ നിസ്കരിക്കുകയാണ്. നമുക്ക് ഒരു സംഭവത്തിൽ 3 ദീനാറ് കടണ്ട് എന്ന് പറഞ്ഞു. റസൂൽ അബൂ ഖത്താദ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, റസൂൽ ഞാനത് വീട്ടിക്കോളാന്ന് പറഞ്ഞു. റസൂൽ നിസ്കരിച്ചു. 2 ദിവസം കഴിഞ്ഞ് അബൂ ഖത്താദയെ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, നീ ആ ബാധ്യത വീട്ടിയോ? റസൂൽ നബി എന്നാണ് വീട്ടുന്നത് പറഞ്ഞു. ഇന്നാണ് നീ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നരകാഗ്നി അകറ്റുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ മനസ്സിൽ കൊളുത്തി വലിക്കുന്നില്ല ഈ വാക്കുകളൊക്കെ. ഇന്നാണ് അയാളുടെ ശരീരത്തിൽ നരകാഗ്നി നീ അകറ്റുന്നത് എന്നാണ്. ഇതാണ് ഇതിന്റെ അവസ്ഥ. നിങ്ങൾ നോക്കൂ, സഈദ് ബിൻ അത്വൽ എന്ന് പറഞ്ഞ ഒരു സഹാബി, അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്? ഒരുപാട് ബാധ്യതകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, റസൂലേ, ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളൊക്കെ ഉണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കടം വീട്ടണം. കുടുംബവും മക്കളൊക്കെ ഇവിടെ ജീവിക്കുന്നപ്പോഴുള്ള ആളുകളാണ്, അതെങ്ങനെയും ജീവിച്ചു പോകും. പക്ഷെ മരിച്ചുപോയ അയാളുടെ കടം
അത് അയാളുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് വീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതെല്ലാം വീട്ടി, എല്ലാം ഏറ്റ്. മക്കളും കുട്ടികളൊക്കെ ഉണ്ട്, അത് നോക്കിക്കോളാം, പക്ഷെ എന്നാ കടമാണ് ആദ്യം വീട്ടേണ്ടതെന്ന് പറഞ്ഞു. എല്ലാം വീട്ടി, 2 ദിർഹം ബാക്കിയുണ്ട്. അപ്പൊ റസൂല്, ആ ദിർഹം ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ എന്താ കൊടുക്കാഞ്ഞ്? ഒരു സ്ത്രീ വന്ന് പറഞ്ഞു അത് എന്നോട് ഇങ്ങനെ കിട്ടാണ്ടെന്ന്, തെളിവൊന്നും കാണാത്തോണ്ടാ കൊടുക്കാന്ന്. റസൂല് പറഞ്ഞു, വഹി കിട്ടുന്ന ആളാണല്ലോ റസൂല്, ആഴ്ത്തിഹ ഫൈനഹ സ്വാദിഖ, അതാണ് കൊടുത്തേക്ക്, അവൾ പറയുന്നത് നേരാണ്. ആ കടവും വീട്ടി. നോക്കൂ, സന്തതികളെയും കുടുംബാംഗങ്ങളെയും ഞാൻ പരിപാലിച്ചു കൊള്ളാം എന്ന ന്യായമാണ്, അത് ചെയ്തു കൊള്ളാം. പക്ഷെ അത് ചെയ്യാം, പക്ഷെ അദ്ദേഹത്തിന്റെ കടബാധ്യത ബാക്കിയുണ്ട്, അതാണ് ആദ്യം വീട്ടേണ്ടത്. മരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സ്വത്ത് വിഹിതം വെക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വത്ത് വിഹിതം വെക്കുന്നതിന്റെ ഓരോ ആയത്ത് പറയുന്നിടത്തും, ഓരോരുത്തരുടെ വിധി പറയുന്നിടത്തും പറയുന്ന വാക്ക് എന്താ? ഈ അദ്ദേഹം വല്ല വസിയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിയിട്ടേ ഓരി വെക്കാവൂ. ഔദൈനിൻ, അദ്ദേഹത്തിന് കടബാധ്യതയുണ്ടെങ്കിൽ ആ കടം വീട്ടിയിട്ടേ ബാക്കി ഓഹരി വെക്കാവുന്ന, അത് അയാളുടെ സ്വത്ത് നിന്ന് ഓഹരി വെക്കണമെന്നാണ്, എന്നിട്ടേ ബാക്കി സ്വത്ത് ഓരി വെക്കാൻ പാടുള്ളൂ. നമ്മളത് ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല നിയന്ത്രണങ്ങൾ ആവശ്യമുള്ളൊരു മേഖലയാണ്. ഇടപാടുകൾ വീട്ടണം. അള്ളാഹുവുമായിട്ടുള്ള ഇടപാടും മനുഷ്യനുമായിട്ടുള്ള ഇടപാടും വീട്ടണം. അത് പരലോകത്തേക്ക് വെക്കരുത് എന്നല്ല, അത് മയ്യത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഔപചാരിക പ്രസ്താവന നടത്താനുള്ള സംഗതി അല്ല. അവിടെ ഒന്നും പരിഹരിച്ചു പോകുമെന്നാണ് ആളുകളുടെ പലരുടെയും ധാരണ. അതൊരു ചടങ്ങ് പോലെ നമ്മുടെ നാട്ടിൽ നടക്കൽ തുടങ്ങിയപ്പോൾ ഏത് മുജാഹിദ് പള്ളിയിലും അതൊരു ചടങ്ങാണ്. അങ്ങനെ പറയുക, കുറേ നേരം അതിൻ്റെ വർണ്ണനകൾ പറയുക, എന്നാ ആളുകളുടെ പ്രശ്നമൊക്കെ തീരുന്നതല്ല. ആ ഇടപാട് വീട്ടുക തന്നെ വേണം. അപ്പോൾ ഇടപാടുകളുടെ കാര്യത്തിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക. ഇതൊക്കെ വസിയത്ത് ചെയ്ത് തീർക്കേണ്ടത് വസിയത്ത് ചെയ്യണം, ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. നല്ല ശ്രദ്ധ പുലർത്തുക, പരലോകത്തിൻ്റെ കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ചില വാക്യം. മാ ഹഖ്ഖു ഇംരിഇൻ മുസ്ലിമി യബീതു ലൈലത്തൈൻ വലഹു ഷൈഉൻ യുരീദു അൻ യൂസി ഫിഹി ഇല്ലാ വസൈതുഹു മക്തൂബത്തുൻ ഇൻദ റഅസിഹി. ഏതൊരു മുസ്ലിമായ മനുഷ്യനും തനിക്ക് എന്തെങ്കിലും ഇടപാടുകളോ വസിയത്തുകളോ ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം 2 ദിവസത്തിനിടയിൽ ഏറ്റവും നേരത്തെ രേഖപ്പെടുത്തി വെക്കാതെ അയാൾ കഴിഞ്ഞു പോകരുതെന്ന. നമുക്ക് ഇടപാടുകൾ ബാക്കിയുണ്ട്, പറഞ്ഞു തീർക്കാനുള്ളതുണ്ട്, കൊടുത്തു തീർക്കാനുണ്ട്, വസിയത്തുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അത് വസിയത്ത് ചെയ്യാതെ ഒരു രാത്രിയും അയാൾ തലയുടെ ഭാഗത്ത് എഴുതി വെക്കാതെ കടന്നു പോകരുത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സഹാബിയാണ്, ഉമർലാന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അദ്ദേഹം പറയും, മാ മറത്ത് അലയ്യ ലൈലത്തുൻ മുൻദു സമീഅതുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വാക്ക് കേട്ടതിന് ശേഷം ഇല്ലാ വഇൻദി വസിയത്തി, എൻ്റെ വസിയത്ത് എൻ്റെ കൂടെ എന്നും ഉണ്ടാവുന്ന ഒരു സഹാബിന്റെ ജാഗ്രതയാണത്. റസൂൽ ഇത് പറഞ്ഞതിന് ശേഷം ഞാനത് എഴുതി വെച്ച്, നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ തലയണയുടെ താഴെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ രാത്രി പറഞ്ഞ് പിറ്റേന്നിക്കുള്ള ബാക്കി പോവാതെ രേഖയിലാക്കി പോകുമെന്നർത്ഥം. ഇതാണ് ഇതിൻ്റെ വിഷയം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. നോക്കൂ, ജാബിർ ബിൻ അബ്ദുല്ല, അതായത് അബ്ദുള്ളയുടെ മകൻ ജാബിറിനെ വിളിച്ചിട്ട് ബാപ്പ അബ്ദുള്ള പറയാണ്. രണ്ടും വളരെ പ്രമുഖരായ സഹാബിയാണ്. ജാബിർ അബ്ദുള്ളന്റെ മകനാണ്, പ്രമുഖനാണ്. അബ്ദുള്ള ജാബിറിനെ വിളിച്ച് പറയണം, മോനെ, ഞാന്
എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ മോനായ നീ. ഉഹുദ് യുദ്ധത്തിന് പോവുകയാണ്. അതിന് മുമ്പാ പറയുന്നത്, എനിക്ക് നിന്നോടൊരു വസിയത്ത് ചെയ്യാനുണ്ട്. ഒന്ന്, എൻ്റെ പേരിൽ ഇത്ര ഇത്ര കടങ്ങളൊക്കെ ഉണ്ട്, അത് വീട്ടാനുള്ള കാര്യം ചെയ്യണം. ഞാൻ മരിച്ചുപോയാൽ യുദ്ധമാണല്ലോ. രണ്ടാമത്, നിന്റെ ഇഖ്വത്ത്, നിന്റെ സഹോദരൻ, ഒരുപാട് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഒരുപാട് മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെ കാര്യവും നീയാണ് ശ്രദ്ധിക്കേണ്ടത്, നീയാണുള്ള മൂത്ത ആള് എന്ന് പറഞ്ഞു, എന്ന് വസിയത്ത് ചെയ്തു. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു, യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. ആദ്യം കൊല്ലപ്പെട്ട ആള് അബ്ദുള്ളയായിരുന്നു ആ യുദ്ധത്തിൽ. നബി പിന്നീട് ആ വീട് സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകളും സൗകര്യങ്ങളും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു സഹാബി റസൂലുള്ളാഹിന്റെ ഈ ഉപദേശം ഏത് രൂപത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. മക്കളെ വിളിച്ച് ഒക്കെ പറഞ്ഞ് തീരുമാനമാക്കുകയാണ്. ഒരു യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ സ്വാഭാവിക മരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പൊ മകനെ വിളിച്ച ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഇതേപോലെയുള്ള വസിയത്തുകൾ, തീരുമാനങ്ങൾ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ അതുകൊണ്ട് മറന്നു പോകുമെന്നല്ല വിചാരിക്കേണ്ടത്. അള്ളാഹു മറക്കില്ല, അള്ളാഹുവിൻ്റെ രേഖയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. അതുകൊണ്ട് നമ്മളതൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ വസിയത്തായിട്ട് നമ്മളുടെ മരണത്തോടനുബന്ധിച്ച് വരേണ്ടതുണ്ട്. സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ ഈ ജനാസയോടനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് ബിദ്അത്തുകളുണ്ട്, വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതൊന്നും എൻ്റെ ജനാസയുടെ കൂടെ പാടില്ല എന്ന് തന്നെ വസിയത്ത് ചെയ്യണം. മരണശേഷം ഒന്നാകെ പല ഏർപ്പാടുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സഹാബികൾ ഇതൊക്കെ ചെയ്തിരുന്നു. സഹാബികൾ ജനാസന്റെ കൂടെ നടക്കുന്ന പല കാര്യങ്ങൾ എൻ്റെ ജനാസയുടെ കൂടെ നടക്കരുത് എന്ന് അന്ന് തന്നെ വസിയത്ത് ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ദീൻ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. അത് രക്ഷപ്പെടാവുന്ന വിധത്തിൽ കരുതി ജീവിക്കുക. എത്ര ശ്രദ്ധിച്ചാലും മനുഷ്യനെ നിലക്കുള്ള പോരായ്മകൾ സംഭവിക്കും. അതൊക്കെ നല്ല നിലക്ക് പരിഹരിച്ചു പോവുക. സർവശക്തനായ അല്ലാഹു അവൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹവും ഫളും നമ്മൾക്ക് നൽകി നമ്മളെയൊക്കെ നല്ല മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ നാഥ. ഞങ്ങളുടെ സഹോദരന്മാർ, ഗസയിലെ ഞങ്ങളുടെ സഹോദരന്മാർ, അവിടെ പുതിയ പ്രതീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇന്നും ഇന്നലെയൊക്കെ വായിച്ച വാർത്തകൾ നമുക്കൊരു ആശ്വാസവും മനസ്സിന് കുളിരും കുറേയൊക്കെ കരയാനും തോന്നുന്ന ചില സന്ദർഭങ്ങളാണ്. അള്ളാഹുവേ, അതിൻ്റെ പരിണിതി എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ സംഭവങ്ങളിലൊക്കെ കാണുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ ആ സഹോദരന്മാർക്ക് സമാധാനമായി ഭൂമിയിൽ ജീവിക്കാനും മനസ്സമാധാനത്തോടുകൂടി മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. ശത്രു വിഭാഗത്തെ ലോകത്തിനൊന്നാകെ പാഠമാകുന്ന വിധത്തിൽ നിന്റെ ശിക്ഷ നൽകി പാഠമാക്കുകയും ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ